ശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ ചർച്ച ചെയ്യണമെന്ന് ഇടതംഗങ്ങളുടെ ആവശ്യത്തിന് VC വഴങ്ങുന്നില്ല. സസ്പെൻഷൻ വിഷയം അജണ്ടയിലില്ല എന്നാണ് VC സിസ തോമസ് പറയുന്നത്. ഗോപാൽ ശീലാസനിലേക്ക് വീണ്ടും. ഗോപാൽ, യഥാർത്ഥത്തിൽ ഇന്ന് യോഗം ചേർന്നത് തന്നെ ഈ സസ്പെൻഷൻ ചർച്ച ചെയ്യാനല്ലേ? അതായിരുന്നില്ലേ അജണ്ട? എന്താണ് VC എടുക്കുന്ന നിലപാട്? സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട അജണ്ട നാളെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സർവകലാശാല സമർപ്പിക്കേണ്ട സത്യവാങ്മൂലമായിരുന്നു. ഈ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യോഗം തുടങ്ങിയപ്പോൾ തന്നെ അച്ചടക്ക നടപടി സംബന്ധിച്ച താൻ ഗവർണർക്ക് സമർപ്പിച്ച റിപ്പോർട്ട് വൈസ് ചാൻസലർ സിസ തോമസ് ടേബിൾ ചെയ്തതിന് പിന്നാലെ തന്നെ ഈ സസ്പെൻഷൻ നടപടി സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഇടതംഗങ്ങൾ മുന്നോട്ട് വെക്കുകയായിരുന്നു. എന്നാൽ ആ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് VC സിസ തോമസ് ഈ യോഗത്തിലുടനീളം ഈ 1.5 മണിക്കൂർ സമയവും മുന്നോട്ട് വെച്ചത്. കാരണം ഇത് അജണ്ടയിൽ ഇല്ലാത്ത വിഷയമാണ് എന്നതാണ് VC പറയുന്ന കാരണം. അതിൻ്റെ അടിസ്ഥാനം എന്തെന്നാൽ ഇത് സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്ത് സത്യവാങ്മൂലമാണ് നാളെ ഈ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്ന് മാത്രം ചർച്ച ചെയ്യാൻ മതി. അല്ലാതെ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതോ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ പുനഃപരിശോധനയോ ഒന്നും വേണ്ടതില്ല എന്നതാണ് VCയുടെ നിലപാട്. എന്നാൽ ഇത് അംഗീകരിക്കാൻ ഇടതംഗങ്ങൾ തയ്യാറായില്ല. ഇതോടുകൂടി കടുത്ത വാക്കേറ്റമാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പരം VCയും BJP സിൻഡിക്കേറ്റ് അംഗങ്ങളും ഒരു വശത്തും, മറുവശത്ത് ഇടതംഗങ്ങളും ചേർന്ന് പരസ്പരം മുദ്രാവാക്യം വിളികളും അതിനോടൊപ്പം തന്നെ പരസ്പരം വാക്കേറ്റവും തർക്കവുമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 മിനിറ്റോളമായി സിൻഡിക്കേറ്റ് യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇടതംഗങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ സിൻഡിക്കേറ്റ് യോഗമാണ് ഇത്തരത്തിൽ ഒരു രജിസ്ട്രാർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കേണ്ടതുണ്ടെങ്കിൽ അത് തീരുമാനിക്കേണ്ടത്. അതിൽ വൈസ് ചാൻസലർക്ക് യാതൊരു യോഗ്യതയുമില്ല. വൈസ് ചാൻസലർ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള വ്യക്തിയാണ്. അത്തരത്തിൽ ഒരു ജോയിന്റ് രജിസ്ട്രാർക്ക് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥരെതിരെ നടപടിയെടുക്കണമെങ്കിൽ ആ നടപടി ആദ്യം സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്തതിനു ശേഷം ആ യോഗമാണ് നടപടി വേണമെങ്കിൽ അത് തീരുമാനിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ VC ഗോപാൽ ശീലാസനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗോപാൽ, ഇപ്പോൾ കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ തർക്കം നാളെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അപ്പോൾ ഹൈക്കോടതിയിൽ VCയുടെ നിലപാട് മാത്രം അറിയിക്കുക എന്നാണ് VC ഉദ്ദേശിക്കുന്നത്. ഈ സസ്പെൻഷൻ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നില്ല, അതിൽ ചർച്ചയില്ല എന്ന നിലപാടിലേക്ക് VC പോവുകയാണോ? ഗോപാൽ, ചോദ്യം ആവർത്തിക്കാമോ? അതായത് നാളെ ഹൈക്കോടതിയിൽ VCയുടെ നിലപാട് അറിയിക്കുന്നു. സിൻഡിക്കേറ്റ് നിലപാട് പരിഗണിക്കാതെ VCയുടെ നിലപാട് മാത്രം അറിയിക്കുന്നു. യഥാർത്ഥത്തിൽ അത് അറിയിക്കുന്നു എന്ന് പറയുമ്പോൾ ചാൻസലറുടെ നിലപാട് കൂടിയാണല്ലോ. ഇതിപ്പോൾ ഗവർണർ പങ്കെടുത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടിലാണ് രജിസ്ട്രാർക്ക് സസ്പെൻഷൻ. അപ്പോൾ ഗവർണറുടെ നോമിനിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന VC സിസ തോമസ്. അപ്പോൾ ഇതൊക്കെ കടന്നു വരുമ്പോൾ ഗവർണറുടെ നിലപാടാണ് നാളെ കോടതിയിൽ അറിയിക്കാൻ പോവുക എന്ന സൂചനകൾ കൂടിയല്ലേ ലഭിക്കുന്നത്? സ്മൃതി, നാളെ ഈ ഘട്ടത്തിൽ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നാളെ 2 സത്യവാങ്മൂലങ്ങൾ സർവകലാശാലയുടേതായി കോടതിയിൽ സമർപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ ഭൂരിപക്ഷം ഇടതംഗങ്ങൾക്കാണ്, മൃഗീയ ഭൂരിപക്ഷം തന്നെ ഇടതംഗങ്ങൾക്ക് സിൻഡിക്കേറ്റിൽ ഉണ്ട്. അതിനാൽ തന്നെ ഈ വിഷയം ഭൂരിപക്ഷാഭിപ്രായത്തിന് വിട്ടതിന് ശേഷം വോട്ടിട്ട് ആ തീരുമാനം സിൻഡിക്കേറ്റ് പാസ്സാക്കിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇടത് സിൻഡിക്കേറ്റ് ചെയ്യുക. ഇത്തരത്തിൽ വിഷയം സിൻഡിക്കേറ്റ് യോഗം പരിശോധിച്ചുവെന്നും VC അധികാര ദുർവിനിയോഗം നടത്തിയെന്ന് കണ്ടെത്തിയെന്നും അതിനാൽ തന്നെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കുകയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖേന, ഔദ്യോഗിക അഭിഭാഷകൻ മുഖേന സർവകലാശാലയുടെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാട് മാത്രമാണോ? ഇതിൽ കോൺഗ്രസ് അംഗങ്ങൾ എടുക്കുന്ന നിലപാടും പ്രധാനമാണല്ലോ. അത് ഇതിൽ ഒരു കോൺഗ്രസ് അംഗമാണുള്ളത്. മുഹമ്മദ് ഫസൽ എന്ന ഒരു കോൺഗ്രസ് സിൻഡിക്കേറ്റ് അംഗം മാത്രമാണുള്ളത്. അദ്ദേഹവും ഇത്തരത്തിൽ ഒരു കത്ത് നൽകിയിരുന്നു. സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നും സിൻഡിക്കേറ്റ് അറിയാതെ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും. ഫലത്തിൽ ഇടതംഗങ്ങളുടേതായിട്ടുള്ള അത്ര രൂക്ഷമായ നിലപാടില്ലെങ്കിൽ പോലും കോൺഗ്രസ് അംഗവും പറയുന്നത് VC എടുത്ത നിലപാട് അംഗീകരിക്കാൻ കഴിയുന്നതല്ല, അത് സിൻഡിക്കേറ്റ് യോഗത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ ഇടത് കോൺഗ്രസ് അംഗങ്ങൾ ഒരേ നിലപാട് സ്വീകരിക്കുകയും മറുവശത്ത് BJP അംഗങ്ങൾ ഇത്തരത്തിലൊരു സിൻഡിക്കേറ്റ് യോഗമേ വേണ്ടതില്ല എന്നും VC എടുത്ത നിലപാടിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നുമാണ് ശരി. ഗോപാൽ ശീലാസനാണ് വിവരങ്ങൾ നൽകിയത്.